ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ ഹണിമൂൺ ഡേ 2 ആണ് കേട്ടോ. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ആണ് നമ്മൾ കാണിക്കുന്നത്. നമുക്ക് ബൊഫേ ആയിരുന്നു. നമ്മൾ സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ജ്യൂസ്, കാര്യങ്ങൾ, ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടായിരുന്നു. നമ്മളതെല്ലാം കഴിച്ചു. നമ്മുടെ അപ്പോഴത്തെ ഒരു വ്യൂ ആണ് കാണുന്നത്. രാവിലെ ചെറിയ തോതിൽ മഴ ഉണ്ടായിരുന്നു, പക്ഷേ എങ്കിലും നല്ല ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ നമ്മുടെ ഡേ 2 നമ്മുടെ ആക്ടിവിറ്റീസ് ആണിത്. നമ്മുടെ സ്നോർക്ലിംഗ് പോയിൻറ്റ്, 2 സ്നോർക്ലിംഗ് പോയിൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡോൾഫിൻ ക്രൂസ്, പിന്നെ ലഞ്ച്, പിന്നെ എല്ലാ നമ്മളുടെ ബീച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതാണ് നമുക്ക് അവിടെ ലൈഫ് ജാക്കറ്റും സ്നോർക്കലിംഗ് കൊണ്ട് എല്ലാം ഇത് തരും. ഇതാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്ന നമ്മളുടെ ആൾ. നമുക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞു തരും കേട്ടോ. അവർ ഭയങ്കര പ്രൊഫഷണൽസാണ്, സൂപ്പർ ഗൈഡാണ്. നല്ല അരീന ഹോട്ടലിൻ്റെ ഗൈഡ്സാണ് അവർ. നമ്മൾ സൂപ്പറാട്ടോ. നമ്മൾ രണ്ടൊന്ന് കപ്പിൾസായിട്ടാണ് നമ്മൾ പോയിരിക്കുന്നത്. രാവിലെ നമുക്ക് 2 സ്നോർക്കലിംഗ് ആയിരുന്നു ഫസ്റ്റ് നമ്മുടെ ഡേയിലുണ്ടായിരുന്നത്. അപ്പം ഭയങ്കര അപ്പോൾ ആ സമയത്ത് നമുക്ക് വീഡിയോയും ഫോട്ടോസും കാര്യങ്ങളെല്ലാം അവർ എടുത്തു തരും. ഇതാണ് കപ്പിൾസ്. അതിൽ ഏജുള്ള ആൾക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കപ്പിളുണ്ടായിരുന്നു, ഏജ് ഉണ്ടായിരുന്നു, ടീച്ചേഴ്സ് എന്തായിരുന്നു. പക്ഷേ അവരുടെയൊക്കെ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഏജിൽ അവരിതൊക്കെ ചെയ്യാനുള്ള ഒരു ഇത് അടിപൊളിയാണ്. പിന്നെ ഉണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് എനിക്കറിയത്തില്ല. നമ്മളിപ്പോൾ കാണുമ്പോൾ നമ്മുടെ ഐലൻഡ് 2 കളറിലാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ലൈറ്റ് നീലായിട്ട് കാണുന്നത് അധികം ഡെപ്ത് അല്ലാത്ത സ്ഥലവും, മറ്റേത് ഭയങ്കര ആഴം കൂടിയ സ്ഥലമാണ് കേട്ടോ. കൂടിയ ബ്ലൂയിലുള്ള ഇതുണ്ട്. ഒരാൾ സ്നോർക്ലിംഗ് ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ കാണിച്ചു തരും നിങ്ങളെ. അതുപോലെ തന്നെ നമുക്കിത് ഈ ചേട്ടനാണ് നമ്മുടെ ഗൈഡ്. ഈ ഗൈഡ് സൂപ്പർ ഗൈഡായിരുന്നു, പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. അത്ര സൂപ്പറായിരുന്നു. കാര്യം ഇത് പറയുകയെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ സ്നോർക്ലിംഗ് വീഡിയോ. നമ്മൾ കപ്പിളായിട്ടാണ് പോയതുകൊണ്ട് ഫിഷൊക്കെ എടുത്ത് വരുന്നത് സൂപ്പറായിരുന്നു. ഞാൻ അവർക്ക് ഫീഡ് ചെയ്യുന്നതാണ്. ആ സമയത്ത് ഫിഷസ് നമ്മുടെ അടുത്ത് വരുന്നതാണ് ഞാൻ കാണിച്ചു തരുന്നത്. നമ്മുടെ ഗൈഡിനെ കുറിച്ച് പറയേണ്ട പ്രത്യേകം കാര്യമുണ്ട്. കാരണം ഈ ചേട്ടയാണെങ്കിൽ മറ്റേ മാസ്കിലേക്ക് ഇങ്ങനെ വെള്ളം കയറുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതിന്. പക്ഷേ ആ പുള്ളി നമ്മുടെ ഗൈഡ് ജീവൻ പണയം വെച്ചിട്ട് പുള്ളിയുടെ മാസ്ക് നമുക്ക് തന്നിട്ട് ആ മാസ്കിലൂടെയാണ് ഇച്ച സ്നോർക്ലിംഗ് ചെയ്തത്. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണെങ്കിലും എൻ്റെ സൺഗ്ലാസ് പൊട്ടി, ഒന്നും പറയണ്ട. ഞാൻ എക്സ്ട്രാ ഒന്നും കരുതിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് റൂമിലായിപ്പോയി. പിന്നെ നമ്മളത് സ്നോർക്ലിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ബിക്കിനി ബീച്ചിലേക്ക് വരുന്നുണ്ട്. ആ ബിക്കിനി ബീച്ച് സൂപ്പറായിരുന്നു. എൻ്റെ പൊന്നോ, സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. നിങ്ങൾ എത്രമാത്രം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. കാരണം അത്ര സൂപ്പറായിരുന്നു കേട്ടോ. നമ്മൾ പോയി എക്സ്പീരിയൻസ് ചെയ്യണം. ഇതുണ്ടോ, ഐ ലവ് ഗുൽഫി എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ദൈവമേ, എനിക്ക് കണ്ടപ്പം എന്താ പറയുക, എൻ്റെ കണ്ണിനൊക്കെ ഭയങ്കര കുളിർമ കിട്ടിയതുപോലെ ഭയങ്കര രസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് നേരം നമ്മൾ എൻജോയ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് റിട്ടേൺ പോകുന്നു. നമ്മൾ പിന്നെ ലഞ്ച് കഴിച്ചു. ലഞ്ച് നമ്മൾ പോയ ബോട്ടെ വെച്ചിട്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ. ചിക്കൻ ഫ്രൈഡ് റൈസ് അങ്ങനെ എന്തോ ആയിരുന്നു. അതിനുശേഷം നമ്മൾ റൂമിൽ വന്ന് കുറച്ച് റെസ്റ്റ് എടുത്ത് ഡ്രസ്സൊക്കെ മാറി നമ്മുടെ അടുത്ത ആക്ടിവിറ്റീസിലേക്ക് പോവുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫൺ ട്യൂബ്. ഇതാണ് ഫൺ ട്യൂബ് കേട്ടോ. അത് ഭയങ്കര നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ ജെസ്കി, പിന്നെ ചെയ്യാൻ പോകുന്നത് കയാക്കിംഗ് ആയിരുന്നു. അവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. നമുക്ക് വേറെ എക്സ്ട്രാ വേണമെങ്കിൽ അത് നമുക്ക് എടുക്കാം. നമ്മുടെ പാക്കേജിൽ ഇത് 3 വന്നിരുന്നത്. ഫൺ ട്യൂബ് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്, പക്ഷേ ഒരിക്കലും മറക്കില്ല കേട്ടോ. അതുപോലെ തന്നെ ഈ ആക്ടിവിറ്റി ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് എക്സ്ട്രാ നമുക്ക് പേ ചെയ്യണമായിരുന്നു. പിന്നെ അതുപോലെ അതൊക്കെ കഴിഞ്ഞ് ആ നല്ല എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് സ്ക്രൂ പൈൻ എന്ന് പറഞ്ഞിട്ടൊരു ഫ്രൂട്ട് നമ്മൾ കണ്ടു. ഇത് അവിടുത്തെ ലോക്കൽ ഫ്രൂട്ടാണ്. ഇത് നമുക്ക് റോ ആയിട്ട് കഴിക്കാൻ പറ്റില്ല. ഞാൻ ഫസ്റ്റ് ടൈം അങ്ങനെ വിചാരിച്ചത് റോ ആയിട്ട് കഴിക്കുന്നു, പക്ഷെ അങ്ങനെയല്ല. ഇത് ജ്യൂസ് അടിച്ചിട്ടാണ് കഴിക്കേണ്ടത്. എന്ത് ടേസ്റ്റാ? കരിക്കിൻ്റെയോ? ഇച്ച കരിക്കിൻ്റെയാന്ന് പറഞ്ഞു. പക്ഷേ എനിക്കൊരു മച്ചിങ്ങനെ ടേസ്റ്റുമില്ല കേട്ടോ തോന്നിയത്. അതിനുശേഷം നമ്മൾ തിരിച്ച് ഹോട്ടലിൽ വന്നു. എല്ലാ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് കാലൊക്കെ കഴുകിട്ട് പോകാം. കാരണം നമ്മൾ ബീച്ചിൽ നിന്ന് വരുമ്പോൾ കാലിലൊക്കെ നിറച്ച് മണ്ണായിരിക്കുമല്ലോ. അപ്പോൾ അത് കഴുകിയിട്ട് പോകും. അതുപോലെ തന്നെ ഇങ്ങനെ അല്ലാതെ ഇതൊരു ട്രഡീഷണൽ രീതിയാണ്. ഇതല്ലാതെ നമുക്കല്ലാതെ പൈപ്പും വെച്ചിട്ടുണ്ട്. അതാണ് ഇത് യൂസ് ചെയ്യാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളുടെ റൂം കുറച്ചുകൂടെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടെ നല്ല റൂമല്ല, സെയിം ആണ്, പക്ഷേ വ്യൂ ഇതിലാണ് കുറച്ചുകൂടെ 2 സൈഡിൽ നമുക്ക് വ്യൂ കിട്ടുന്നുണ്ട്. കുറച്ച് അപ്ഗ്രേഡ് ചെയ്തിട്ട് നമുക്ക് റൂം കിട്ടിയിട്ടുണ്ടായിരുന്നു. മറ്റേ റൂമിലാണെങ്കിൽ ഒരു സൈഡിലുള്ള വ്യൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാകുമ്പോൾ 2 സൈഡിലുള്ള വ്യൂ. ഈ സമയത്ത് ഇച്ചയുടെ ഫ്രണ്ട്സിനൊക്കെ വിളിക്കുകയായിരുന്നു. അത് ഞങ്ങൾ അവരോടൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതെന്തോ തത്ത പോലത്തെ എന്തോ പക്ഷിയും കണ്ടാണ് ഇത് നമ്മുടെ റൂമിൻ്റെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു.
എന്നിട്ടാണെങ്കിൽ ഇത് 3-4 വന്നിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ വല്ല ഫുഡ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ സമയത്ത് എന്തോ ലേസോ എന്തോ കഴിക്കായിരുന്നു. ചിലപ്പോൾ അത് കണ്ടിട്ടാണ് അവരവിടെ വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നൈസായിട്ട് ഭയങ്കര രസമായിട്ട് നിങ്ങളെ കാണാൻ നല്ല രസം. ഇതെന്ത് ഭേടാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ആ സമയത്ത് ഒരു പക്ഷിയാണെങ്കിൽ എൻ്റെ മേത്ത് വന്നിരുന്നുണ്ട്. അപ്പം ഞാൻ ഇറങ്ങി ഓടുന്നതാണ് കണ്ടത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടുത്തെ ഒരു ലോക്കൽ സ്വീറ്റ്സ് മേടിച്ചു. അപ്പം അത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇത് ബൗണ്ടറി ടേസ്റ്റ് കോക്കനട്ടിൻ്റെ ഒക്കെയാണെന്ന് പറഞ്ഞിട്ടാണ് അവർ നമുക്ക് തന്നത്. ഇതൊരു എന്താണ് നമ്മുടെ വാഴയില പോലത്തെ എന്തൊരു സാധനത്തിൽ പൊടിഞ്ഞാണ് അവരിത് തന്നത് കേട്ടോ. അത് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുവാണേ. ഇത് കണ്ടിട്ട് എനിക്ക് എന്നെ ഓർമ്മ വരുന്നെന്ന് പറയട്ടെ. കുഴപ്പമില്ല, കോക്കനട്ടും ശർക്കരയൊക്കെ ഉള്ള സാധനം. ബൗണ്ടറി ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ എല്ലാ ആക്ടിവിറ്റീസും കഴിഞ്ഞ് നിന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ദേഹമൊക്കെ ഒരു വേദന പോലെ, എന്തൊക്കെയോ ഒരു ക്ഷീണം, എന്തൊക്കെയോ ഒരു തളർച്ച, അങ്ങനെ എന്തൊക്കെയോ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ മസാജ് എടുത്തേക്കാം. ഫസ്റ്റ് ടൈമാണ് മസാജിന് പോകുന്നത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു അതൊരു നല്ല എക്സ്പീരിയൻസ് ആണല്ലോ, പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ തന്നെ ഹോട്ടലിൻ്റെ ഒരു മസാജ് ചെയ്യുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ പോയി. സൂപ്പർ മസാജ് ആയിരുന്നു കേട്ടോ. മസാജ് എന്തിൻ്റെ തായ് മസാജ് അല്ലായിരുന്നു, അത് ഓയിലല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേറെ ഏതോ ഒരു മസാജ് ആയിട്ടോ എടുത്ത്, പേരിപ്പം മറന്നുപോയി. പക്ഷേ ആണെങ്കിൽ അതുപോലെ തന്നെ 20% ഓഫ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ശരി, എന്നാൽ അത് എടുത്തേക്കാം. അത് 1 hour ഉണ്ടായിരുന്നു. അത് ഈ എന്താണ് ബാലിനെസ്സോ എന്തോ ഒരു സംഭവം, എന്തോ ഒരു മസാജാണ് ഞങ്ങൾ എടുത്തത്. എന്തോ ഒരു മസാജാണ് എടുത്തു. എന്തായാലും സൂപ്പറായിരുന്നു. ഓയിൽ മസാജ് ആയിരുന്നു, നല്ലതായിരുന്നു. പിന്നെ അതിന് ശേഷം അവർ ജിഞ്ചർ ടീ ഒക്കെ തന്നു. പിന്നെ ഇന്നാണ് ഞങ്ങളുടെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ കേട്ടോ. അപ്പം ആ സമയത്ത് ഞങ്ങൾ റെഡി ആവുന്ന സമയത്ത് ഇങ്ങനെ താഴത്തോട്ട് നോക്കിയപ്പോൾ ഭയങ്കര മ്യൂസിക് കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് കണ്ടു. അപ്പോൾ അത് പോയി നോക്കി. അവിടെ എന്തോ ഒരു ബർത്ത്ഡേ പ്രോഗ്രാം ഉണ്ടായിരുന്നു. പക്ഷേ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടോ. അത് എല്ലാ ദിവസവും ഇല്ല, കാരണം ഇന്നലെ അതിന് ഞങ്ങളുടെ ഇതിന് മുന്നുള്ള ദിവസം ഞങ്ങളത് മ്യൂസിക്കൊന്നും അവിടെ കേട്ടിട്ടില്ല. ഞങ്ങളുടെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിൻ്റെ അവിടെ ആയിരുന്നു പാർട്ടി. DJ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് വെളിയിൽ നിന്ന് എൻജോയ് ചെയ്തു. കാരണം അത് അലൗഡാണോ, എല്ലാവർക്കും അലൗഡ് ആയിരിക്കത്തില്ലല്ലോ. അവർ സ്പെഷ്യലായിട്ട് ആരോ വെച്ചാന്ന് തോന്നുന്നു. ഇതുണ്ട്, അവർ മണ്ണും കൊണ്ട് തന്നെ ഹാർട്ടൊക്കെ ഉണ്ടാക്കി. ഇത് എല്ലാ ദിവസവും നൈറ്റ് ഇങ്ങനെ അവർ ചെയ്യും കേട്ടോ. എന്നിട്ട് സൈഡിൽ ഇങ്ങനെ ക്യാൻഡിലൊക്കെ വെച്ച്, അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് നമുക്ക് കുറേ കപ്പിൾസിന് ഇങ്ങനെ ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ഒരു ശല്യമൊന്നുമില്ല. ഇങ്ങനെ ഉണ്ടോ, കുറച്ച് ഇടവിട്ടാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവരും അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ നോക്കിയിരിക്കുന്നത്, നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചെയ്ത് നമുക്ക് അതുപോലെ തന്നെ ഫുഡാണെങ്കിലും നമുക്ക് ബൊഫേ എടുക്കാം, അല്ലാതെ നമുക്കല്ലാതെ ഓർഡർ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ലൈവായിട്ട് അവർ ഫുഡ് അപ്പം തന്നെ ഉണ്ടാക്കി തരുന്നുണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം ഞങ്ങൾ അവിടെയുള്ള എല്ലാ ഫുഡും ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ലൊരു ഇതായിരുന്നു. എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാം. പിന്നീട് നമുക്ക് നമ്മുടെ റൂം ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ബില്ല് വരും, അത്രേ ഉള്ളൂ. എല്ലാത്തിനും വലിയ എമൗണ്ട് ഉണ്ടെന്നും പറയാൻ പറ്റില്ല. എന്താണെങ്കിലും ഞങ്ങളന്ന് കുറേ സ്വീറ്റ്സൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ പാട്ടിൻ്റെ കൂടെ കുറച്ച് നേരം എക്സ്പ്ലോർ ചെയ്തു. എല്ലാം ഭയങ്കര രസമായിരുന്നു കേട്ടോ. കാരണം എല്ലാം എനിക്ക് അറിഞ്ഞൂടാ. അന്ന് ഞാൻ ആ ടൂറിന് പോയില്ലായിരുന്നു. എനിക്കത് വലിയൊരു മാൽദീവ്സ് എടുത്തില്ലായിരുന്നെങ്കിൽ അതെനിക്ക് വലിയൊരു നഷ്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ വേറെ 2-3 സ്ഥലമൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മാൽദീവ്സ് എടുത്തത് എന്തുകൊണ്ടും നന്നായെന്ന് തോന്നി. അന്ന് ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തൊക്കെ വന്നു കേട്ടോ. അതായിരുന്നു നമ്മുടെ സെക്കൻഡ് ഡേ. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.